ഗുരുവായൂർ ദേവസ്വം റിക്രൂട്ട്മെന്റ് കേസിൽ സർക്കാർ ഹർജി പിൻവലിച്ചതിനെതിരെ ഉദ്യോഗാർത്ഥികൾ നിയമനാധികാരം ബോർഡിൽ നിന്ന് ദേവസ്വത്തിന് നൽകിയത് വഞ്ചനയാണെന്നാണ് ആരോപണം. 1 ലക്ഷത്തിലധികം പേർ ബോർഡിന്റെ പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ്. ബോർഡിൽ നിന്ന് നിയമനാധികാരം മാറ്റാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ഉദ്യോഗാർത്ഥികൾ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇത്രയും ഫീസ് അടച്ചിട്ടുണ്ട്, എക്സാം എഴുതി കയറി മറ്റേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോലും ഒരു തയ്യാറാവണില്ല. അതിനുശേഷം മുൻപ് ഇതിനു വേണ്ടിയിട്ട് സർക്കാർ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മുൻപത്തെ സർക്കാർ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ വന്ന സർക്കാർ ഒരു പ്രേരണയും ഇല്ലാതെ ഈ സംഭവം ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. അവർ ഹർജി പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നല്ല ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് വന്നവരാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്കൊരു പിടുത്തില്ല. ഷബാസ് അഹമ്മദ് വിശദാംശങ്ങൾ നൽകാൻ. ഷബാസ്, ആശങ്കയാണ് അവരുടെ നിസ്സഹാവസ്ഥ വയ്ക്കുന്നത്. എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്? എന്താണ് ഇനി അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ശ്രുതി, കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ ദേവസ്വം റിക്രൂട്ട്മെന്റ് കേസുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ ഒരു സുപ്രധാന നിലപാട് സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നൽകിയിരുന്നൊരു ഹർജി പുതിയ സർക്കാർ അത് പിൻവലിക്കുകയായിരുന്നു. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിരുന്നു. അതായത് ഈ ദേവസ്വങ്ങളിലെ നിയമനങ്ങൾക്ക് ദേവസ്വം ബോർഡിന് അധികാരമില്ല, അധികാരമുള്ളത് ഈ ദേവസ്വം മാനേജ്മെന്റുകൾക്കാണ് എന്നൊരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ സർക്കാർ ഒരു ഹർജി നൽകിയിരുന്നത്. ഇത് ദേവസ്വം ബോർഡിന്, ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്, അതായത് KDRB എന്ന് പറയുന്ന കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് തന്നെ ഈ നിയമനാധികാരം നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതിയിൽ ഒരു ഹർജി കഴിഞ്ഞ സർക്കാർ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ സർക്കാർ ഇത് സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. അതായത് ഹൈക്കോടതി വിധി അംഗീകരിക്കുന്നു എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. നിയമനങ്ങൾ ദേവസ്വം ബോർഡിന് നടത്താം, അതായത് ഗുരുവായൂർ ദേവസ്വത്തിന് തന്നെ നേരിട്ട് നിയമനങ്ങൾ നടത്താമെന്നായിരുന്നു ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. ഇതിനെതിരെയാണ് ഇപ്പോൾ KDRB വഴി പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ രംഗത്തെത്തിയിരിക്കുന്നത്. 1 വർഷം മുമ്പ് നടന്ന പരീക്ഷയിൽ 1 ലക്ഷത്തിലധികം പേരാണ് എഴുതിയിരുന്നത്. അതായത് വിവിധ തസ്തികകളിലേക്ക് അപ്ലൈ ചെയ്തിരുന്നവരാണ്. പണം കൊടുത്തുകൊണ്ട്, ഫീസ് കൊടുത്തുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് പരീക്ഷ എഴുതി നിയമനം കാത്തിരിക്കുന്നവരാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ KDRBയുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലൊരു നിലപാട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഈ ഹർജി പിൻവലിച്ചതിലൂടെ വലിയ പ്രതിഷേധമാണ് ഈ ഉദ്യോഗാർത്ഥികൾ രേഖപ്പെടുത്തുന്നത്. ഒരു എക്സാം എഴുതി PSC പോലെ സുതാര്യമായ ഒരു സംവിധാനം KDRB വഴി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ അവർ പരീക്ഷ എഴുതി കാത്തിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ KDRB വഴിയല്ല നിയമനങ്ങൾ നടക്കേണ്ടതെന്നും ദേവസ്വങ്ങൾക്ക് നേരിട്ട് തന്നെയാണ് നിയമനം നടത്താൻ അധികാരമെന്നും ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും വലിയ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാൻ തന്നെയാണ് ഈ KDRB വഴി പരീക്ഷ എഴുതി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിലൊരു നിലപാട് സർക്കാർ സ്വീകരിക്കുമെന്ന് ഒരു തരത്തിലും പ്രതീക്ഷിച്ചിരുന്നില്ല. വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ട് അവർക്കുണ്ടായി എന്നടക്കമുള്ള വലിയ പ്രതികരണങ്ങളാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. എന്തായാലും 1 ലക്ഷത്തിലധികം പേരാണ് ഈ KDRB വഴി ഏറ്റവും അവസാനത്തെ പരീക്ഷ എഴുതിക്കൊണ്ട് കാത്തിരിക്കുന്നത്. നേരത്തെ 10,000-ഓളം പേരെ KDRB വഴി വിവിധ ദേവസ്വങ്ങളിലടക്കം നിയമിച്ചിട്ടുണ്ട്. ഇപ്പോഴെന്തായാലും ഈ സർക്കാർ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചതോടെ വലിയ പ്രതിഷേധവുമായി ഉദ്യോഗാർത്ഥികൾ രംഗത്തെത്തുകയാണ്. ശരി, ഓക്കെ. 1 ലക്ഷത്തിലധികം പേർ ബോർഡിന്റെ പരീക്ഷ എഴുതി കാത്തിരിക്കുകയാണ്. ആശങ്കയിലാണ്. ബോർഡിൽ നിന്ന് നിയമനാധികാരം മാറ്റാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഷബാസ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്.